ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ, നമ്മളൊരു 80 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. 80 ചോദ്യങ്ങൾ. ഓക്കെ, ഒരു പ്രിലിംസ് നിലവാരത്തിലുള്ള ഒരു 80 ചോദ്യങ്ങളാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ ചോദ്യം ചെയ്യുക. പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക. ഒരു മത്സര ബുദ്ധിയോടെ തന്നെ കേട്ടാ. ഞാൻ ലാസ്റ്റ് ഒരു കട്ട് ഓഫ് പറയും. ആ കട്ട് ഓഫിനകത്ത് എത്താൻ ശ്രമിക്കുക. ഓക്കെ, എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യുക. സമയം വേണമെങ്കിൽ സമയം പറയുക കേട്ടോ. ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാവോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. അടുത്തിടെ പുറത്തിറങ്ങിയ ധ്വനിപ്രയാണം എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? ധ്വനിപ്രയാണം ആരുടെ ആത്മകഥ? പിള്ളേരെ, ധ്വനിപ്രയാണം ഓപ്ഷൻ ബി ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ്. ധ്വനിപ്രയാണം കേട്ടോ, എം ലീലാവതിയുടെ ആത്മകഥയാണ്. ഓക്കെ, പക്ഷെ ധ്വനിപ്രയാണം അത് പഠിച്ചോണം, അത് ചോദിക്കും കേട്ടോ. രണ്ടാമത്തെ ചോദ്യം. ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് 2022 ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതാണ് ചോദ്യം? ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് 2022 ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതാണ് ചോദ്യം? രണ്ടാമത്തിന്റെ ആൻസർ ഏതാ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫൈനലിൽ പരാജയപ്പെടുത്തിയത് എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? ബംഗ്ലാദേശ് ആണോ? ഉറപ്പാണോ? എടാ, ഏഷ്യൻ ഗെയിംസില് ആരെയാണ് ഒരു കോള് വരുന്നത്? സെക്കൻഡ്. ഓക്കെ, ഇല്ല കേട്ടെ. ചേട്ടാ, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ് ആൻസർ കേട്ടോ. അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടി കേട്ടോ. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. ഏഷ്യ കപ്പല്ല, ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസ്. ഓക്കെ, അടുത്ത. 2013 മുതൽ ഏത് രാജ്യത്ത് ഐക്യരാഷ്ട്ര സംഘടന നടത്തിയ മിനിസ്മ എന്ന സമാധാന ദൗത്യമാണ് 2023 അവസാനിച്ചത്? മിനിസ്മ എന്ന ഒരു ദൗത്യം UN എവിടെ നടത്തിയെന്നാണ് ചോദ്യം. മിനിസ്മ ഏത് രാജ്യത്താണ്? മിനിസ്മ ഇതൊക്കെ നമ്മൾ ഈ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്. മിനിസ്മ ഓപ്ഷൻ എ മാലിയാണ് കേട്ടോ. മാലിയിൽ നടത്തിയതാണ് കേട്ടോ മിനിസ്മ മാലിയാണ് കേട്ടോ, മാലി. ഓക്കെ, അടുത്ത. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനൽ യോഗ്യത നേടിയ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? സെമി ഫൈനൽ യോഗ്യത നേടിയ ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സെമി ഫൈനൽ യോഗ്യത നേടിയ ആഫ്രിക്കൻ രാജ്യം ഓപ്ഷൻ ബി മൊറോക്കോ ആണല്ലേ. ഓപ്ഷൻ ബി മൊറോക്കോ ആണ് ആൻസർ. ഓപ്ഷൻ ബി മൊറോക്കോ. ഓക്കെ, അടുത്ത. അഞ്ചാമത്തെ ചോദ്യം. ഹോം ഇൻ ദ വേൾഡ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഹോം ഇൻ ദ വേൾഡ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഹോം ഇൻ ദ വേൾഡ് എന്ന കൃതി രചിച്ചത് ആരാണ്? കറണ്ട് അഫയേഴ്സ് ഇത്തിരി കട്ടിയുള്ളതാണ്, പെട്ടെന്ന് കിട്ടത്തില്ല. ആർക്കെങ്കിലും അറിയോ ഹോം ഇൻ ദ വേൾഡ് എന്ന കൃതി രചിച്ചത്? ഹോം ഇൻ ദ വേൾഡ് എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ബി അമർത്യ സെനാണ്. ഓപ്ഷൻ ബി അമർത്യ സെനാണ്. ഓപ്ഷൻ ബി അമർത്യ സെനാണ്. ഹോം ഇൻ ദ വേൾഡ് എന്ന കൃതി രചിച്ചത് അമർത്യ സെനാണ്. ഇത് ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ആറാമത്തെ ചോദ്യം. ആരുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? ആരുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? ഓക്കെ, ആരുടെടാ? അത് ഓപ്ഷൻ എ സുഗതകുമാരിയാണല്ലേ. സുഗതകുമാരിയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഡോക്യുമെന്ററി ആണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അടുത്ത ഏഴാമത്തെ ചോദ്യം. അടുത്തിടെ അന്തരിച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും നേടിയ മലയാള സാഹിത്യകാരനായ എൻ കുട്ടിക്കൃഷ്ണപിള്ളയുടെ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? കുട്ടിക്കൃഷ്ണപിള്ള ഏത് പേരിലാണ് പ്രസിദ്ധനായത്? കുട്ടിക്കൃഷ്ണപിള്ള ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ഓപ്ഷൻ ഡി എൻ കെ ദേശം. ഓപ്ഷൻ ഡി എൻ കെ ദേശം കേട്ടോ. എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ പേരാണ് എൻ കുട്ടിക്കൃഷ്ണപിള്ള. അല്ല, എൻ കുട്ടിക്കൃഷ്ണപിള്ള കേട്ടോ, എൻ കെ ദേശം. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം. ഇവയിൽ ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യ മന്ത്രിയായി നിയമിച്ചത്? ഇവയിൽ ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യ മന്ത്രിയായി നിയമിച്ചത്?
അവളെ UAE ആണ് കേട്ടോ, UAE ആണ്, UAE. ഓക്കെ, UAE ആണ്. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഗ്രൂപ്പിൽ തരാമേ. ഓക്കെ, UAE. ആർക്കെങ്കിലും പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്കത് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ. അടുത്ത 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി വിയാപുരം ചുണ്ടനാണല്ലേ. ഓപ്ഷൻ സി വിയാപുരം ചുണ്ടനാണ് കേട്ടോ. വിയാപുരം ചുണ്ടനാണ് ആൻസർ. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയാപുരം. അടുത്ത് ചുവടെ കൊടുത്തതിൽ 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയെന്നാണ് ചോദ്യം. ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ 2023 ഇതിൽ ആരൊക്കെ ഉണ്ടാ? ഗുൽസാർ ഉണ്ട്. പിന്നെ ആരുണ്ട്? ഗുരു രാം ഭദ്രാചാര്യ ഉണ്ട് അല്ലെ. ഗുരു രാം ഭദ്രാചാര്യ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ വരുന്നത്? 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 4ഉം. ഓപ്ഷൻ ബി 2ഉം 4ഉം ആൻസർ. ഓപ്ഷൻ ബി 2ഉം 4ഉം. ഓക്കെ. അടുത്ത ഫിഫയുടെ 2023 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട എയ്റ്റാന ബോൺമാറ്റി ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമാണ്? ഫിഫയുടെ 2023 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട എയ്റ്റാന ബോൺമാറ്റി ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമാണ്? എയ്റ്റാന ബോൺമാറ്റി എവിടെയാ? വളരെ എയ്റ്റാന ബോൺമാറ്റി ഓപ്ഷൻ എ സ്പെയിൻ ആണല്ലേ. സ്പെയിൻ ആണ് ആൻസർ. എയ്റ്റാന ബോൺമാറ്റി. അടുത്ത് രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരത്തിനുള്ള സ്വിച്ച് സർവേക്ഷൻ പുരസ്കാരം 2023 ഇൻഡോറിനൊപ്പം പങ്കിട്ടത് ഏത് നഗരമാണ്? ശുചിത്വമുള്ള നഗരത്തിനുള്ള സ്വിച്ച് സർവേക്ഷൻ പുരസ്കാരം. ആർക്കെങ്കിലും അറിയോ? വളരെ സൂററ്റ് ആണ് കേട്ടോ. 12A ആൻസർ സൂററ്റ് ആണ് കേട്ടോ. സ്വിച്ച് സർവേഷൻ പുരസ്കാരം ഇൻഡോറിനും സൂററ്റിനുമാണ് കിട്ടിയത്. ഇൻഡോർ, സൂററ്റ്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അത് ഏതാണ്ട് കെ സ്മാർട്ട് ആണല്ലേ. കെ സ്മാർട്ട് ആണ് ആൻസർ. കെ സ്മാർട്ട്. ഓക്കെ. അടുത്ത് KP കുമാരൻ സംവിധാനം ചെയ്ത ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? കുമാരനാശാന്റെ. അടുത്ത ഇന്ത്യയുടെ ഏറ്റവും പുതിയ നേവൽ ബേസുകളിൽ ഒന്നായ INS ജഡായു സ്ഥിതി ചെയ്യുന്നത് എവിടെ? INS ജഡായു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതാ വരുന്നത്? INS ജഡായു. മിനിക്കോയ് അല്ലെ. മിനിക്കോയ്. ഓപ്ഷൻ ബി മിനിക്കോയ് ആണ്. മിനിക്കോയ് എവിടെയാ? മിനിക്കോയ് എവിടെയാണ്? മിനിക്കോയ് ലക്ഷദ്വീപിലാണല്ലേ. ലക്ഷദ്വീപിലാണ് മിനിക്കോയ്. ഓക്കെ. അടുത്ത് ഏത് കലയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര മേളയാണ് തൃശ്ശൂരിൽ നടന്ന ഇറ്റ് ഹോക്ക് എന്താണ്? ഇറ്റ് ഹോക്ക് നാടകവുമായി ബന്ധപ്പെട്ട. ഓപ്ഷൻ എ നാടകമാണ് ആൻസർ കേട്ടോ. ഏത് കലയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര മേളയാണ് ഇറ്റ് ഹോക്ക് എന്ന് കേട്ടുകഴിഞ്ഞാൽ നാടകമാണ് ആൻസർ. നാടകം. അടുത്ത വനിതാ ശിശു വികസന വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ബാലസംരക്ഷണ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? വനിതാ ശിശു വികസന വകുപ്പ് സംയോജിത ശിശു വികസന പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ബാലസംരക്ഷണ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താ കുട്ടികളെ? അതിന്റെ ആൻസർ ആണ് കുഞ്ഞാപ്പ്. ഓപ്ഷൻ ബി കുഞ്ഞാപ്പാണ് ആൻസർ. കുഞ്ഞാപ്പ്. ഓപ്ഷൻ ബി കുഞ്ഞാപ്പ്. അടുത്ത് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ കടൽ ഭക്ഷണ കേന്ദ്രമായ കേരള സീ ഫുഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കേരള സീ ഫുഡ് കഫേ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? കേരള സീ ഫുഡ് കഫേ പ്ലീസ് ആൻസർ ഓപ്ഷൻ സി ആഴാകുളം കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആഴാകുളം. ഓക്കെ. അടുത്ത 19 ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത് എവിടെയാണ്? 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി. സജിമിക്കുന്നതാണ് എക്സാം. അതെ സാർ. ഓക്കെ. ഒള്ളെത്തിയാ? ഓക്കെ. വീടിനടുത്തന്നെയാണ് എക്സാം? അല്ല സാർ, ആലപ്പുഴയാണല്ലേ. ഓക്കെ. അടിപൊളി എഴുതൂലേ?
ആ ശ്രമിക്കും മാക്സിമം. നെഗറ്റീവ് ആകാൻ നോക്കണേ. ആ ഓക്കെ. ഞാൻ ഒന്ന് പറയാൻ വേണ്ടി കയറിയതാ. ഓ സജീവാണ് ഇപ്പൊ എന്നെ വിളിച്ചത് കുറച്ചു മുമ്പേ. ഇല്ല ഞാൻ വിളിക്കാൻ നോക്കിയപ്പോഴത്തേനും ക്ലാസ് തുടങ്ങിയായിരുന്നു. അതാരണം ഞാൻ ക്ലാസ്സിലേക്ക് കയറിയത്. ഓക്കെ. എന്തായാലും നന്നായിട്ട് എഴുതണം, നെഗറ്റീവ് ആക്കരുത്. ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, ഓപ്ഷൻ നന്നായിട്ട് വായിക്കണം. ഓക്കെ, സമയം കിട്ടും കേട്ടോ. ആ ഓക്കെ. അപ്പൊ എല്ലാവരും സജിമിക്കുന്ന വിഷയത്തെ താങ്ക് യു. ഓക്കെ. ലെഫ്റ്റ് ആയിക്കോട്ടെ സാറേ. ലെഫ്റ്റ് ആയിക്കോ. നന്നായിട്ട് എഴുതിട്ട് പോയേ. ആ ഓക്കെ ശരി. എടാ, ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത് എവിടെയാ? ഓക്കെ, ഉത്തരം കമന്റ് ചെയ്താ നിങ്ങള്. പിള്ളേരെ അത് ദുബായ് ആണല്ലേ? ദുബായ് ആണ് കേട്ടോ, ദുബായ്. ഓക്കെ, ഓപ്ഷൻ എ ദുബായ് ആണ് ആൻസർ. ഓപ്ഷൻ എ ദുബായ് ആണ്. അടുത്ത, കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് ചോദ്യം. പിള്ളേരെ ആൻസർ ഓപ്ഷൻ ബി HDFC ബാങ്ക് ആണ് കേട്ടോ. HDFC ബാങ്ക് ആണ്. HDFC ആണ് ആൻസർ. HDFC. അടുത്ത, താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ വൈസ്രോയി മേയോ പ്രഭു ആണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കി മാറ്റിയത് മെക്കാള പ്രഭു ആണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് കാനിങ് പ്രഭു ആണ്. ഓക്കെ, ഇതിൽ ഏതാ ആൻസർ? ശരിയായ പ്രസ്താവന ഏതാ? പിള്ളേരെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണല്ലേ. അതായത് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ വൈസ്രോയി മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ വൈസ്രോയി മേയോ പ്രഭു ആണല്ലേ. ഓക്കെ, ഈ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലീസിനെയാണ് അല്ലേ. കോൺവാലീസിനെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കോൺവാലീസിനെയാണ്. അതുപോലെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഡൽഹൌസിയാണ്. ഡൽഹൌസിയാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ആ രണ്ട് ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസം, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത, 1857 മഹത്തായ കലാപത്തിൽ ഏത് പ്രദേശത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മണിറാം ദത്ത്? മണിറാം ദത്ത് ഏത് പ്രദേശത്ത് കലാപം നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചോദ്യം. മണിറാം ദത്ത് അസമാണ് കേട്ടോ. അസമാണ് കേട്ടോ. മണിറാം ദത്ത് അസമാണ് കേട്ടോ. മണിറാം ദത്ത് അസം. ഓക്കെ, മണിറാം ദത്ത് അസം. ഓക്കെ, ക്ലിയർ ആണല്ലോ. മണിറാം ദത്ത് അസമാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഒരു കണക്ഷൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നല്ല അസല് റം എന്നൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. എന്റെ കണക്ഷൻ അതാണ്, എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ, ആണെങ്കിൽ നല്ല അസല് റം എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഈ അമ്മം, രണ്ട് അമ്മം തമ്മിൽ കാണിട്ട് വെക്കുക. മണിറാം അസം കേട്ടോ. എങ്ങനെ അങ്ങനെയൊക്കെ കാണിട്ട് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ പല കണക്ഷൻസ് ഞാൻ പിന്നോട്ട് വിളിക്കാറുണ്ട്. കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇയാൾ ഇത് എന്തൊരു തേങ്ങ പറയും, ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോട്ട് വരുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലതും പറയാത്തത്. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞു പോവാം. നിങ്ങൾക്ക് കിട്ടിയാ കിട്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കണക്ഷൻ കണ്ടു വെച്ചിരുന്നാൽ മതി. അസൽ റമ്മെന്ന് ഓർക്കുക. അസൽ റമ്മെന്ന് ഓർക്കുക. ഓക്കെ, ശരി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണത്തിന് ചുമതല വഹിച്ച വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണത്തിന് ചുമതല വഹിച്ച വനിത ആരാണ്? ആരടാ? ഇതൊക്കെ നമ്മുടെ NCERT പറയുന്നുണ്ട്. എടാ, ഓപ്ഷൻ ഡി ഉഷാ മേത്തയാണ്. ഉഷാ മേത്തയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണത്തിന് നേതൃത്വം വഹിച്ചത്. ഉഷാ മേത്ത. അടുത്ത്, ചുവടെ നൽകിയവയിൽ ഏത് സംഭവവുമായാണ് സൂര്യാസെൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? സൂര്യാസെൻ ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം എന്നാണ് ചോദ്യം. സൂര്യാസെൻ സൂര്യാസെൻ ഓപ്ഷൻ എ ചിറ്റഗോങ് ആയുധപ്പുര കൊള്ള അല്ലേ. ചിറ്റഗോങ് ആയുധപ്പുര കൊള്ളയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൂര്യാസെൻ കേട്ടോ. ചിറ്റഗോങ് ആയുധപ്പുരയിലെ കൊള്ള. ഓക്കെ, ഈ ചിറ്റഗോങ് നിലവിൽ ഇന്ത്യയിലാണ് അവിടെ.
ചിറ്റഗോങ് അല്ലല്ല, ചിറ്റഗോങ് ബംഗ്ലാദേശിലാണ്. ചിറ്റഗോങ് നിലവിൽ ബംഗ്ലാദേശില്. ഓക്കെ. അടുത്ത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? അപ്പോൾ ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദനെയാണ്. ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ദേശീയ, ഇത് പ്രീവിയസ് ആണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ്. ഓക്കെ. അടുത്ത 26ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി ആരെന്ന ചോദ്യം ആരാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി പവൻ കുമാർ ചാംലിംഗ് ആണ് അല്ലെ. പവൻ കുമാർ ചാംലിംഗ് ആണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി. പവൻ കുമാർ ചാംലിംഗ് എവിടത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? പവൻ കുമാർ ചാംലിംഗ് എവിടത്തെ മുഖ്യമന്ത്രി ആയിരുന്നു പിള്ളേരെ പറ. പവൻ കുമാർ ചാംലിംഗ് സിക്കിമിലെ മുഖ്യമന്ത്രിയായിരുന്നു അല്ലെ, സിക്കിമിലെ. അടുത്ത 27ാമത്തെ ചോദ്യം, 1969 ഇന്ത്യയിലെ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണ വേളയിൽ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തില് 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 14 എണ്ണം. ഓക്കെ. അടുത്ത, ദാരോഹർ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരമാണ്? ദാരോഹർ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരം എന്നാണ് ചോദ്യം. ദാരോഹർ ഭവൻ. അവിടെ ദാരോഹർ ഭവൻ ഓപ്ഷൻ എ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ദാരോഹർ ഭവൻ. ഏതാണ്ട് ദാരോഹർ ഭവൻ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അടുത്ത 29ാം ചോദ്യം, കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിച്ച വേളയിൽ അവിടുത്തെ രാജാവ് ആരായിരുന്നു? കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിച്ച വേളയിൽ അവിടുത്തെ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ സി മഹാരാജ ഹരി സിംഗ് അല്ലെ. മഹാരാജ ഹരി സിംഗ് ആണ് ആൻസർ. മഹാരാജ ഹരി സിംഗ്. ഓക്കെ. അടുത്ത 30ാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച സൈനിക നടപടി? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച സൈനിക നടപടിയുടെ പേര് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ പോളോ. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ പോളോയാണ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട് ഏതാണ്? ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് പിള്ളേരെ ഓപ്ഷൻ ഡി മാൻഡമസ്. ഏതാണ്? മാൻഡമസ് അല്ലേ, മാൻഡമസ്. ഓക്കെ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും സഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും സഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഷെഡ്യൂളിലാണോ? ഏത് പട്ടികയിലാ പിള്ളേരെ? ആൻസർ പട്ടിക 3 അല്ലേ. സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് പട്ടിക 3-ലാണല്ലേ. സത്യപ്രതിജ്ഞകളെ കുറിച്ച് പറയുന്ന പട്ടിക 3 അല്ലേ. ഓക്കെ. അടുത്ത, ഇവയിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊള്ളാത്ത ആശയം ഏതാണ്? ഇവയിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊള്ളാത്ത ആശയം എന്നാണ് ചോദ്യം. പിള്ളേരെ അതിന്റെ ആൻസർ ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലെ. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ. ഓക്കെ അല്ലേ, ശരി. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 29, 30 ഏത് മൗലിക അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഏത് മൗലിക അവകാശമാണോ? ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓക്കെ. അത് നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണല്ലേ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഈ പറയുന്ന 29, 30 ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അടുത്ത, ഇവയിൽ ഏറ്റവും വലിയ പാർലമെന്റ് കമ്മിറ്റി ഏതാണ് ചോദ്യം. ഇവയിൽ ഏറ്റവും വലിയ പാർലമെന്റ് കമ്മിറ്റി ഏതാണ് ചോദ്യം. ഏറ്റവും വലിയ പാർലമെന്റ് കമ്മിറ്റി ഏതാണ്ടാ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണോ? നിങ്ങൾ കേട്ടിട്ടുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണോ നിങ്ങൾ അതിന്റെ പുറകെ പോകുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിങ്ങൾ ഇപ്പം മറ്റേ CAG ഒക്കെ പഠിച്ചപ്പോൾ കേട്ടാണല്ലോ. വളരെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ് കേട്ടോ. ഏറ്റവും വലിയ പാർലമെന്റ് കമ്മിറ്റി എന്നിട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ് ഏറ്റവും വലിയ പാർലമെന്റ് കമ്മിറ്റി എന്നുള്ളത്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്.
അടുത്ത മണ്ണ് ശാസ്ത്ര മേഖലയിലെ ഉന്നത ഗവേഷണങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? മണ്ണ് ശാസ്ത്ര മേഖലയിലെ ഉന്നത ഗവേഷണങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഭോപ്പാൽ. ഇങ്ങനെ മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കർഷകനായിട്ട് ഗോപാൽ എന്ന പേര് ഓർത്ത് വെച്ചിരുന്ന കേട്ടാ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് കേട്ടാ. ഇപ്പൊ ഭോപ്പാൽ എന്നൊക്കെ നമുക്ക് ഒരു ഗോപാൽ നമുക്ക് മനസ്സിലാലോചിച്ചൂടെ? ഗോപാലിന് നമുക്ക് മനസ്സിലാലോചിക്കാം. ഓക്കെ, അപ്പൊ ഗോപാൽ മണ്ണിൽ പണിയെടുക്കുന്ന ഓർത്താ കേട്ടാ, ഭോപ്പാൽ എന്ന ആൻസർ. അതിനെ കണ്ടെയ്ത് വെക്കുക. ശരി, അടുത്ത ഇവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇന്ത്യയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. അടുത്ത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ്. തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. അവിടെ തെറ്റായ പ്രസ്താവന പടിഞ്ഞാറ് അറ്റത്തെ സംസ്ഥാനം രാജസ്ഥാൻ. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? പടിഞ്ഞാറ് അറ്റത്തെ സംസ്ഥാനം ഏതാണ്ടാ? പടിഞ്ഞാറ് അറ്റത്തെ സംസ്ഥാനം ഗുജറാത്താണ്. പടിഞ്ഞാറ് അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഓക്കെ, അടുത്ത് ചുവടെ കൊടുത്തവയിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ്? നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയ? നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത രാജ്യം വളരെ ഓപ്ഷൻ എ, മേഘാലയ. നേപ്പാളുമായി അതിർത്തി എന്ത് ചെയ്യുന്നില്ല? പങ്കിടുന്നില്ല. ഓക്കെ, മേഘാലയാണ് ആൻസറെ. അടുത്ത് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? വളരെ ഓപ്ഷൻ ബി 2008 ആണ്. 2008 ഈസി ക്വസ്റ്റ്യൻ. 2008 ആണ്. ശരി, 40ാം ചോദ്യം. പ്രസ്താവനകളിൽ നിന്നും സംസ്ഥാനത്തെ തിരിച്ചറിയുക. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സലീം അലി പക്ഷി സങ്കേതവും നേത്രാവലി വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നു. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും സലീം അലി പക്ഷി സങ്കേതവും നേത്രാവലി വന്യജീവി സങ്കേതവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വളരെ ഗോവയിലാണ്. അപ്പൊ ഓപ്ഷൻ സി, ഗോവയാണ് ആൻസർ. അതിന്റെ ആൻസർ. ഓപ്ഷൻ സി, ഗോവ. അടുത്ത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. 2000 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന സംസ്കൃത നാടക നൃത്തരൂപമാണ് കൂടിയാട്ടം. ഈ അവതരണ കലയെ അഭിനയത്തിന്റെ അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരും. കൂടിയാട്ടത്തിന്റെ കുലപതിയായി കരുതപ്പെടുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. ഇതിൽ ഏതെങ്കിലും പ്രസ്താവന ശരിയല്ലാത്തതുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ഓക്കെ, കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്ട്? ആരാണ്? ആർക്കും അറിയോ കൂടിയാട്ടത്തിന്റെ കുലപതി? കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് പറയുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ് അല്ലെ? കൂടിയാട്ടത്തിന്റെ കുലപതി. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കോട്ടയത്ത് തമ്പുരാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോട്ടയത്ത് തമ്പുരാൻ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടതാണ്. ആട്ടക്കഥ. ഓക്കെ, ആട്ടക്കഥയാണ് കേട്ടാ. കോട്ടയത്ത് തമ്പുരാൻ ആട്ടക്കഥയാണ് കേട്ടോ. ആട്ടക്കഥ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ അമ്മന്നൂർ മാധവ ചാക്യാരെ മറക്കണ്ട. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ശ്രദ്ധിച്ച് ചോദ്യം ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഇന്ത്യയുടെ ആദ്യത്തെ നല്ല ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ചോദിച്ചാൽ ആര്യഭട്ട. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച എന്നാണ് ചോദിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആക്കരുതെന്ന്. തെറ്റിയവർക്ക് തെറ്റിയേ, വേറെ പറയാനൊന്നുമില്ല. ഓപ്ഷൻ ഡി രോഹിണിയാണ്. എനിക്ക് അറിയാവുന്നതായിരുന്നു പറഞ്ഞ കാര്യമില്ല. തെറ്റിയവർക്ക് തെറ്റി. ഓപ്ഷൻ ഡി രോഹിണിയാണ്. ഇന്ത്യയിൽ നിന്ന് നിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതായാലും ഓപ്ഷൻ ഡി രോഹിണിയാണ് കേട്ടോ. ആര്യഭട്ട ഇന്ത്യയിൽ നിന്നല്ല വിക്ഷേപിച്ചത് കേട്ടോ. ചുവടെ കൊടുത്തവയിൽ ഏത് കലാരൂപത്തിന്റെ പുനരുദ്ധാരണത്തിൽ നിർണായക പങ്കുവെച്ച വ്യക്തിയാണ് ജ്ഞാനപീഠ ജേതാവായ ശിവറാം കാരാന്ത്? ശിവറാം കാരാന്ത് ഏത് കലാരൂപത്തിന്റെ പുനരുദ്ധാരണത്തിന് പ്രവർത്തിക്കുന്ന ചോദ്യം. ശിവറാം കാരാന്തൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ശിവറാം കാരാന്ത്. കന്നഡ കവി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. ഓപ്ഷൻ ബി യക്ഷഗാനമാണ്. യക്ഷഗാനം.
യക്ഷഗാനം. കാരണം ഞാനത് പഴയ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് പാർത്ഥി സുബനാണ്. എന്നാൽ യക്ഷഗാനത്തെ ജനകീയമാക്കിയ വ്യക്തിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ശിവറാം കാരാന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശിവറാം കാരാന്ത്. ഓക്കെ. ഈ കാന്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കാന്താര നിങ്ങൾക്ക് കാണുമ്പോൾ സിനിമയില്ലേ ഓർമ്മ വരുന്നത്? സിനിമ കാന്താര. ഈ കാന്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു നമ്മൾ ആ സിനിമയിൽ കാണുന്ന ആ ഒരു കലാരൂപത്തെയാണ് കാന്താര എന്ന് പറയുന്നത്. കാന്താര. ഓക്കെ. അടുത്ത മലയാളത്തിലെ കൃതികളും അവയുടെ രചയിതാക്കളും കൊടുത്തവയിൽ തെറ്റായത് ഏത്? കൊച്ചേരത്തി നാരായൺ, മാവേലി മന്ത്രം KG ബേബി, പക്ഷിയുടെ മണം P വത്സല, ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ തെറ്റായത് ഏതാണ് ചോദ്യം? ഏതാ തെറ്റായത്? അവിടെ പക്ഷിയുടെ മണം P വത്സല, പക്ഷിയുടെ മണം P വത്സല, അതാണ് തെറ്റ്. ഇത് ആരാണ് എഴുതിയെന്നറിയോ? പക്ഷിയുടെ മണം. പക്ഷിയുടെ മണം എഴുതിയതാണെന്നറിയോ? പക്ഷിയുടെ മണം എഴുതിയത് കമലാ സുരയ്യാണ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഇവയിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത കപ്പ് ഏതാണ് ചോദ്യം? ഇറാനി ട്രോഫി, കുച്ച് ബെഹാർ ട്രോഫി, ദുലീപ് ട്രോഫി, ആഗാ ഖാൻ ട്രോഫി. അവിടെ ഓപ്ഷൻ ഡി ആഗാ ഖാൻ ട്രോഫിയാണ് ആൻസർ. ആഗാ ഖാൻ ട്രോഫിയാണ് ആൻസർ. ആഗാ ഖാൻ ട്രോഫി. ആഗാ ഖാൻ ട്രോഫി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ആഗാ ട്രോഫി എന്താ? ആഗാ ഖാൻ ട്രോഫി ഹോക്കി ആണ്. ഹോക്കി ആണ് അല്ലെ? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ആഗാ ഖാൻ ട്രോഫി. ഓക്കെ. അടുത്തത് 46ാമത്തെ ചോദ്യം. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ ഏത് പ്രദേശത്തെയാണ് 1984 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്? 1984 നിലവിൽ വന്ന വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏതെന്നാണ് ചോദ്യം. പിള്ളേരെ ഓപ്ഷൻ സി ചിമ്മിനി ആണല്ലേ? ചിമ്മിനി അല്ലെ? ചിമ്മിനിയാണ് ആൻസർ അല്ലെ? ചിമ്മിനി. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിമ്മിനി, ചിന്നാറ്, ചെന്തുരുണി, ആറളം. ചിമ്മിനി, ചിന്നാറ്, ചെന്തുരുണി, ആറളം. ചിമ്മിനി, ചിന്നാറ്, ചെന്തുരുണി, ആറളം. ഈ 4 ഫോം ചെയ്തിരിക്കുന്നത് 1984 1984 ഈ പറയുന്ന 4 വന്യജീവി സങ്കേതങ്ങളും എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. ഓക്കെ. അടുത്ത, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ വ്യക്തിയുടെ പേരുള്ള സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് മഹാത്മാഗാന്ധി സർവകലാശാലയാണ് കേട്ടോ. MG യൂണിവേഴ്സിറ്റിയാണ്. 1983 ഒക്ടോബർ 2 ഫോം ചെയ്ത MG യൂണിവേഴ്സിറ്റിയാണ്. 1983 ഒക്ടോബർ 2 MG യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത്. അതാണ് കേരളത്തിലെ ഒരു വ്യക്തിയുടെ പേരിലുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റി കേട്ടോ. അടുത്ത്, കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് 2017 നവംബറിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? 2017 നവംബറിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചോദ്യം. അറിയാമെങ്കിൽ മാത്രം പിടിച്ചാൽ മതി, അറിയണമെങ്കിൽ ചുമ്മാ തെറ്റിക്കണ്ട. അറിയാം. ഓക്കെ. ശുചിത്വ സാഗരം സുന്ദര തീരം കേട്ടാ. ശുചിത്വ സാഗരം സുന്ദര തീരമാണ് ആൻസർ. ശുചിത്വ സാഗരം സുന്ദര തീരമാണ് ആൻസർ. അടുത്ത 49ാം ചോദ്യം. ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏഴിമല നാവിക അക്കാദമി ഓപ്ഷൻ ബി കണ്ണൂർ. കണ്ണൂരാണ് ആൻസർ. ഏഴിമല നാവിക അക്കാദമി കണ്ണൂരാണ്. ആഴിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഴിമല തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരവും ഏഴിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരുമാണ്. അടുത്ത, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? അരുണേ ഓഡിയോ ഓണാണേ. എന്നാണ് പ്രഖ്യാപിച്ചത്? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് 1991 ഏപ്രിൽ 18-നാണ്. 1991 ഏപ്രിൽ 18-ന്. അടുത്ത, ചുവടെ കൊടുത്തവയിൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ചോദ്യം? മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ് ചോദ്യം? മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊടികുത്തിമലയാണ്. കൊടികുത്തിമലയാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. കൊടികുത്തിമല. ഓക്കെ, കൊടികുത്തിമലയാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത, കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? അമ്മത്തൊട്ടിൽ നിലവിൽ വന്ന ഏത് ജില്ലയിലാണ്? അതായത് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് കേട്ടോ.
അടുത്ത 53 തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമമാണ് ചന്ദിരൂർ. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി നിലവിൽ വന്നത് കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ പഞ്ചായത്താണ് കാന്തല്ലൂർ. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രം നിലയിൽ വന്നത് കോട്ടയ്ക്കലാണ്. ഏതാ തെറ്റ്? വളരെ ആദ്യ ജൈവ പഞ്ചായത്ത് കാന്തല്ലൂർ തെറ്റാണ് അല്ലേ? ആദ്യ ജൈവ പഞ്ചായത്ത് കാന്തല്ലൂർ തെറ്റാണ്. ആദ്യ ജൈവ പഞ്ചായത്ത് ഏതെന്നറിയോ? കേരളത്തിലെ ആദ്യ ജൈവ പഞ്ചായത്ത് ആർക്കെങ്കിലും? കേരളത്തിലെ ആദ്യത്തെ ജൈവ പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. ഏതാണുള്ളത്? ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ പഞ്ചായത്ത് കേട്ടോ. ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ പഞ്ചായത്ത് കേട്ടോ. ഓക്കെ. അടുത്ത, ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? ശ്രദ്ധിച്ച് ചെയ്യൂ കുട്ടികളെ. നിങ്ങൾ എന്തുവാ തെറ്റിക്കുന്നത് ഇങ്ങനെ? കോലെടുത്തോളൂ. എടാ, ഇന്ത്യയില് ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് VP മേനോനാണ്. VP മേനോൻ. VP മേനോൻ ഒഡീഷ ഗവർണറായി. കേരളത്തിലെ ഗവർണറായ മലയാളിയാണ് V വിശ്വനാഥൻ. മനസ്സിലായ? കേരളത്തിൽ ഗവർണറായ മലയാളിയാണ് V വിശ്വനാഥൻ. ഇന്ത്യയിലെ ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി VP മേനോനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പറയുന്നത് എന്ത് തെറ്റിപ്പോകുന്നു ഇതൊക്കെ ഇല്ലേ കുഴപ്പങ്ങൾ? ചോദ്യം നേരെ വായിക്കത്തില്ല, വെപ്രാളം കാണിക്കുന്നില്ല തെറ്റുന്നേ. ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. ഒരിക്കൽ പറ്റിയത് അബദ്ധമാണ്. രണ്ടാമത് അതേ തെറ്റിയാണെങ്കിൽ അത് മണ്ടത്തരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടാ. ഓക്കെ. മണ്ടത്തരം എന്നാണ് മണ്ടത്തനം എന്നാണ് പറയുന്നത്. എന്താണ് കറക്റ്റ് വാക്കിയതാണ്? മണ്ടത്തരം, കള്ളത്തരം, മണ്ടത്തരം, തരം. ഓക്കെ. നിങ്ങളെ രേഷ്മ മിസ് കള്ളത്തനം, മണ്ടത്തനം എന്നൊക്കെയാണ് പറയുന്നത്. തനോ പറയുന്നത്. നാളെ നിങ്ങളെ മിസ്സിന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. ഓക്കെ. ഓക്കെ, ശരി. ഏത് നദിയുടെ പോഷക നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത്? ഏത് നദിയുടെ പോഷക നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെ പിള്ളേരെ? ഓപ്ഷൻ എ പമ്പാ നദിയിലാണ് അല്ലെ? ഓപ്ഷൻ എ പമ്പാ നദിയിലാണ്. ഓക്കെ, പമ്പാ നദിയിലാണ്. അടുത്ത്, മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് തൂക്കിലേറ്റപ്പെട്ടത്? മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് പിള്ളേരെ. 56D കയ്യൂർ സമരം കേട്ടോ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ആൾക്കാരാണ്. അതോ അരുണേ, ഓഡിയോ ഓണാണേ അരുണേ. താഴെ കൊടുത്തവരിൽ കൊച്ചിയിലെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാത്തത് ആരാണ്? കൊച്ചിയിലെ പ്രധാനമന്ത്രിയാവാത്ത ആളെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും? പനമ്പള്ളി ഗോവിന്ദ മേനോനുണ്ട്, പറവൂർ TK നാരായണപിള്ളയുണ്ട്, TK നായർ, ഇക്കണ്ട വാര്യർ. ആരാ? കൊച്ചിയില് പ്രധാനമന്ത്രിയാകാത്തത് പറവൂർ TK നാരായണപിള്ളയാണ് കേട്ടോ. പറവൂർ TK നാരായണപിള്ള. ഓക്കെ, പറവൂർ TK നാരായണപിള്ളയാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രിയാവാതെ കേട്ടാ. ഓക്കെ. അടുത്തത്, തിരുവിതാംകൂറിനെ തെക്കേ മുഖം, പടിഞ്ഞാറേ മുഖം, വടക്കേ മുഖം എന്നിങ്ങനെ റവന്യൂ മേഖലകളാക്കി തിരിച്ച തിരുവിതാംകൂർ ദേവള ആരായിരുന്നു? തിരുവിതാംകൂറിനെ തെക്കേ മുഖം, പടിഞ്ഞാറേ മുഖം, വടക്കേ മുഖം എന്നിങ്ങനെ റവന്യൂ മേഖലകളാക്കി തിരിച്ച തിരുവിതാംകൂർ ദളവ ആരായിരുന്നു? ആരാ പിള്ളേരെ? പിള്ളേരെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് കേട്ടോ. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ആൻസർ. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. അടുത്ത 59-ാം ചോദ്യം, സാമൂതിരി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? സാമൂതിരി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? പിള്ളേരെ, സാമൂതിരി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് അരിയിട്ട് വാഴ്ച. ഓക്കെ. അടുത്ത്, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? NSSന്റെ
വളരെ NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റാ ചോദിക്കുന്നത്. NSSന്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനും കേട്ടോ. ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പൻ കേട്ടോ. NSSന്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനും കേട്ടോ. സെക്രട്ടറി മന്നത്ത് പത്മനാഭനും മാറിപ്പോവല്ലേ. ഓക്കെ. അടുത്ത് തെറ്റായ പ്രസ്താവന ഏത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയാണ് കോർണിയ. കോർണിയയുടെ പിന്നിലെ രക്തപടലത്തിന്റെ മുൻഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് കൃഷ്ണമണി. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളി കോർണിയ തെറ്റാണ് അല്ലേ. അത് തെറ്റാണ്. കാരണം കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാ? കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയിലാണ് അല്ലേ. റെറ്റിനയിലാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ അതാണ് തെറ്റ്. ഓക്കെ. കണ്ണിനുള്ളിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്നതാണ് ആര്? കണ്ണിനുള്ളിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്ന ഭാഗമാണ് കോർണിയ. ഓക്കെ. അതായത് നമുക്കിത് ഏത് പരീക്ഷ ചോദിച്ചു. രാജ്യാന്തര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഏത് നെല്ലാണ് അത്ഭുത നെല്ലെന്ന് അറിയപ്പെടുന്നത്? ആദ്യ ബോർഡിന് ഏതിനാ ചോദിച്ചു ഇപ്പൊ. രാജ്യാന്തര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഏത് നെല്ലാണ് അത്ഭുത നെല്ല് എന്നറിയപ്പെടുന്നത്? ഏതാ പിള്ളേരെ? പിള്ളേരെ ആൻസർ IR8 ആണല്ലേ. IR8 ആണല്ലേ. IR8. ഓക്കെ. അടുത്ത് തെറ്റായ ജോഡി എന്ന ചോദ്യം. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ജോർജ് ഓർവെൽ, ഹിസ്റ്ററി ഓഫ് അനിമൽസ് അരിസ്റ്റോട്ടിൽ, ഒരു കുരുവിയുടെ പതനം സലീം അലി, ദ വോയേജ് ഓഫ് ദ ബീഗിൾ ചാൾസ് ഡാർവിൻ. ഇതിൽ തെറ്റായ ജോഡി എന്ന ചോദ്യം. വളരെ ഒറിജിൻ ഓഫ് സ്പീഷീസ് തെറ്റാണല്ലേ. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി എഴുതിയ ആരാ? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി എഴുതിയ ആരാ? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി എഴുതിയതും ചാൾസ് ഡാർവിൻ ആണ് കേട്ടോ. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി എഴുതിയതും ആരാണ്? ചാൾസ് ഡാർവിൻ ആണ് കേട്ടോ. ചാൾസ് ഡാർവിൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, ശരി. അടുത്ത് ഏത് ഹോർമോണിന്റെ ഉൽപാദന കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വാമനത്വം? ഏത് ഹോർമോണിന്റെ ഉൽപാദന കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വാമനത്വം? ഓപ്ഷൻ ബി സൊമാറ്റോട്രോപ്പിൻ. ആണ്. ഏത് ഹോർമോണിന്റെ ഉൽപാദന കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വാമനത്വം എന്ന് ഇട്ട് കഴിഞ്ഞാൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദന കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വാമനത്വം. തെറ്റായ ജോഡി ഏതാണ്? ജീവകം A റെറ്റിനോൾ, ജീവകം B6 പിരിഡോക്സിൻ, ജീവകം B2 നിയാസിൻ, ജീവകം D കാൽസിഫെറോൾ. വളരെ ഓപ്ഷൻ സി ആണ് തെറ്റല്ലേ. ഓപ്ഷൻ സി ജീവകം B2 നിയാസിൻ തെറ്റാണ്. ജീവകം B3 ആണ് നിയാസിൻ. ജീവകം B3 ആണ് നിയാസിൻ. ജീവകം B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. ഓക്കെ, ആരാ ലെഫ്റ്റ് ആവുന്നേ? എന്ത് പറ്റി? എവിടെ പോകുന്നത്? പോയാ. ഓക്കെ, ശരി. അപ്പൊ റൈബോഫ്ലാവിൻ ആണ് പിള്ളേരെ B2. അപ്പൊ ഹോസ്പിറ്റലിലെത്തി അതാ ലെഫ്റ്റ് ആവുന്നത്. ലെഫ്റ്റ് ആയിരിക്കും. ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ഡാഷ്. ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ഡാഷ്. ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ഡാഷ്. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ആൻസർ ചെയ്തേ. ആക്കമാണോ, ത്വരണമാണോ, ജഡത്വമാണോ, ആവേഗമാണോ? എന്താണ് ആൻസർ? ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ഡാഷ് എന്നാണ് ചോദ്യം. എന്താണ് ആൻസർ? എന്താണ്? ആർക്കും ആൻസർ ഇല്ല. പിള്ളേരെ ആൻസർ ഓപ്ഷൻ ഡി ആവേഗമാണ്. ഓപ്ഷൻ ഡി ആവേഗമാണ്. ആവേഗം. ഓക്കെ, ആവേഗം. ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ആവേഗം. ഓക്കെ. അടുത്ത ചോദ്യം. കോമ്പാക്ട് ഡിസ്കിൽ കാണുന്ന മഴവിൽ നിറങ്ങൾ ഏത് പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? കോമ്പാക്ട് ഡിസ്കിൽ 3D ഡിസ്കിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾ ഏത് പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണം എന്നാണ് ചോദ്യം. ഏതാണ്ട മഴവിൽ? അത് നമ്മുടെ CD-യിൽ ആ കളർ കാണാനുള്ള കാരണം എന്താണ്? വളരെ ഡിഫ്രാക്ഷൻ. ഓപ്ഷൻ ഡിഫ്രാക്ഷൻ. നിങ്ങൾ എല്ലാവരും ഈ ഇന്റർഫറൻസ് ഡിഫ്രാക്ഷൻ അല്ലേ ആൻസർ വരുന്നത്? ചുമ്മാ കറക്കി കുത്തുകയാണല്ലേ.
ഓക്കെ. കോമ ഡിസ്കിൽ കാണുന്ന മഴവിൽ നിറങ്ങൾ ഡിഫ്രാക്ഷൻ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡിഫ്രാക്ഷൻ എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, ശരി. അടുത്ത് ചുവടെ നൽകിയവയിൽ വിസ്കോസിറ്റി കുറഞ്ഞത് ഏതിനാണ്? വിസ്കോസിറ്റി എനിക്ക് ഇത് നമുക്ക് നോക്കി പറയാൻ കേട്ടോ. എനിക്ക് സി ഡി ഡിഫ്രാക്ഷൻ അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിരുന്നത്. നോക്കാം. ചുവടെ നൽകിയ വിസ്കോസിറ്റി കുറഞ്ഞത് ഏതാണ് ചോദ്യം. വിസ്കോസിറ്റി ഏതാണ് വിസ്കോസിറ്റി കുറഞ്ഞത്? വളരെ വിസ്കോസിറ്റി കുറഞ്ഞത് വിസ്കോസിറ്റി 68 സി പെട്രോൾ ആണല്ലേ? പെട്രോൾ ആണ് ആൻസർ. പെട്രോള്. ഈ വിസ്കോസിറ്റി വേണമെന്നില്ല, നമുക്ക് ഈ ഇങ്ങനെ ഒലിച്ചു പോകാനുള്ള ഒരു കഴിവേട്. നമ്മളിങ്ങനെ ഒരു ചരിഞ്ഞ മിൻസമുള്ള പ്രതലത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ ഒലിച്ചു പോകാനുള്ള കഴിവിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ഒലിച്ചു പോവാതെ തടഞ്ഞു നിൽക്കാൻ പറ്റുന്നതിനാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അത് പതിയെ മാത്രമേ ഒലിച്ചു പോകത്തുള്ളൂ. വിസ്കോസിറ്റി കുറവാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒലിച്ചു പോകും. ഓക്കെ, അടുത്ത ഇവയിൽ ഏത് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32? നമ്മൾ ഇന്നലെ പഠിച്ച ഇന്നത്തെ ദിവസം തന്നെ. ഏത് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32 എന്നാണ് ചോദ്യം. വളരെ ഓപ്ഷൻ ഡി ആണ് എൻ ഷെൽ അല്ലേ? ഓപ്ഷൻ ഡി എൻ ഷെല്ലാണ് ആൻസർ. അടുത്ത 70-ാം ചോദ്യം ഭൗതിക മാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഭൗതിക മാറ്റവും രാസമാറ്റവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഭൗതിക മാറ്റത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ്ടാ? വളരെ ആൻസർ ഓപ്ഷൻ ഡി പേപ്പർ കത്തുന്നു. ഓപ്ഷൻ ഡി പേപ്പർ കത്തുന്നു. ഓക്കെ, അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത മാറ്റം, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൗതിക രാസമാറ്റം എന്ന് പറയുന്നത്. ഭൗതിക മാറ്റം ഇപ്പം മെഴുക് ഉരുകി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മെഴുകാക്കാൻ പറ്റും. ജലം നീരാവി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും ഒരു ജലമാക്കാൻ പറ്റും. ഗ്ലാസ് പൊട്ടിയാൽ നമുക്ക് വീണ്ടും കുടിച്ച് ഗ്ലാസ് ആക്കാൻ പറ്റും. പേപ്പർ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് എന്തല്ല? ഭൗതിക മാറ്റമല്ല. ഓക്കെ, അതാണ് ലോജിക് കേട്ടോ. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതിനെയൊക്കെ നമ്മൾ ഭൗതിക മാറ്റം എന്ന് പറയും. ഓക്കെ, അടുത്ത സ്നേഹസ്പർശം പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്താണ്? അനാഥരായ കുട്ടികളുടെ സംരക്ഷണം, കിടപ്പ് രോഗികളുടെ സംരക്ഷണം, ചൂഷണത്തിന് വിധേയരായ അവിവാഹിത അമ്മമാരുടെ സംരക്ഷണം, പാലിയേറ്റീവ് പരിചരണം ആവശ്യമായവർക്ക് ലഭ്യമാക്കൽ. ഏതാണ്ട് ആൻസർ? ചൂഷണത്തിന് വിധേയരായ അവിവാഹിത അമ്മമാരുടെ സംരക്ഷണമാണ് സ്നേഹസ്പർശം പദ്ധതി അല്ലേ? ഓക്കെ, അടുത്ത ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പിള്ളേരെ ഓപ്പറേഷൻ അമൃത്. ഏതാണ്? ഓപ്പറേഷൻ അമൃതാണ് ആൻസർ. ഏതാണ്? ഓപ്പറേഷൻ അമൃതാണ് ആൻസർ. അടുത്ത മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്? മലേറിയ രോഗത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്? വളരെ ഓപ്ഷൻ ബി അയർലാൻഡ് ആണ് ആൻസർ. അയർലാൻഡ്. ഓക്കെ, മലേറിയ രോഗത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് അയർലാൻഡ്. തലച്ചോറിലെ പ്രത്യേക ഇനം ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? തലച്ചോറിലെ പ്രത്യേക ഇനം ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആർക്കെങ്കിലും? വളരെ ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാ? പാർക്കിൻസൺസ് രോഗം അല്ലേ? ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗമാണ്. അടുത്ത് 75 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14 നവംബർ 14 ലോക പ്രമേഹ ദിനം. നവംബർ 14. അടുത്ത് നാവികരുടെ പ്ലേഗ് എന്നും അറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ സി. അതായത് സ്കർവി. ആ രോഗത്തിന് പേരത്തില്ലേ? സ്കർവി കേട്ടോ. നാവികയുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ് കേട്ടോ. സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. ഇവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? 77-ാം ചോദ്യം. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്ട്? പ്രോട്ടോസോവ. ഓപ്ഷൻ ഡി മലമ്പനിയാണ് അല്ലേ? പ്ലാസ്മോഡിയം. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം മലമ്പനിയാണ്. ആയുർവേദത്തിലൂടെ അനീമിയ രോഗത്തിൽ നിന്നുള്ള മോചനം എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ആയുഷ് മിഷൻ തയ്യാറാക്കിയ പദ്ധതി ഏതാണ്?
ആയുർവേദത്തിലൂടെ അനീമിയ രോഗത്തിൽ നിന്നുള്ള മോചനം എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ആയുഷ് മിഷൻ തയ്യാറാക്കിയ പദ്ധതി ഏതാണ് ചോദ്യം. ഏതാ? ആർക്കെങ്കിലും അറിയണമെങ്കിൽ വിട്ടു കളയുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി അരുണിമയാണ് കേട്ടോ. ഓപ്ഷൻ സി അരുണിമയാണ് ആൻസർ. അരുണിമയാണ് ആൻസർ. അരുണിമ. അടുത്ത 2012 കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിയ അമ്മയും കുഞ്ഞും എന്ന ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ഇന്ന് ഏത് പേരിലാണ് സംസ്ഥാനത്ത് അറിയപ്പെടുന്നത്? 2012 കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിയ അമ്മയും കുഞ്ഞും എന്ന ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ഇന്ന് ഏത് പേരിലാണ് സംസ്ഥാനത്ത് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും? അപ്പോൾ മാതൃയാനം എന്തുവാടേ? മാതൃയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി പദ്ധതിയാണ്. ആ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയല്ലേ മാതൃയാനം? അതായത് പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കുന്ന പദ്ധതി. ഇത് ഓപ്ഷൻ സി ജനനിയാണ് കേട്ടോ. ജനനിയാണ് ആൻസർ. ജനനി. ഓക്കെ, ജനനിയാണ് കേട്ടോ. അമ്മയും കുഞ്ഞും പദ്ധതി 2012 കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കി അമ്മയും കുഞ്ഞും എന്ന പദ്ധതി ഇപ്പൊ അറിയപ്പെടുന്ന പേര് ജനനി എന്നാണ് കേട്ടോ. രാജ്യത്തെ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരെന്നാണ് ചോദ്യം. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരാണ് പിള്ളേരെ ഓപ്ഷൻ എ യുവിൻ. എന്താണ് യുവിൻ എന്നാണ് ആൻസർ കേട്ടോ. യുവിൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന വിൻ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 80 ചോദ്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. 80 ഒരു പ്രിലിംസ് LGS ലെവലിലുള്ള ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് ഇനി ഇതിലെ മാർക്കുകൾ നോക്കണം. നിങ്ങൾക്ക് തെറ്റിയതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നെഗറ്റീവ് ഇട്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മാറിപ്പോയതാണ് അങ്ങനെ പറഞ്ഞതും കാര്യമില്ല. ഓക്കെ, 75+ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. 75+ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ലെഫ്റ്റ് ആവാൻ ഞാൻ പറഞ്ഞില്ല അടുത്തും കേട്ടാ. 75+ ആർക്കും ഇല്ല. ഓക്കെ, 70+ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. 70-ൽ കൂടുതൽ ശരിയാക്കിയ ആൾക്കാരുണ്ടെങ്കിൽ. 70 above. 70 above ശരിയാക്കിയ ആൾക്കാരും ഇല്ല. ഓക്കെ, 65 above ശരിയാക്കിയ ആൾക്കാരായാലും ഉണ്ടോ? 65 above ശരിയാക്കിയ ആൾക്കാരുണ്ട്. ഓക്കെ, നോക്കട്ടെ ആരൊക്കെയെന്നെ. 65 above ശരിയാക്കിയ ആൾക്കാര് നോക്കട്ടെ. രാഗി RG 68.33, അഞ്ജന കിരൺ 69.66, ആര്യ GS 66.33, അർച്ചന GS 69.33, അനഘ അരുൺ 68, ശ്യാമ ലതീഷ് 65, അരുമൽ യുബി 68.66, സുരാജ് 68.66, പിങ്കി 66, പ്രിയങ്ക 65, ദിവ്യ 66. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും പേർക്കാണ് 65 കൂടുതലുള്ളത്. ഓക്കെ, ഇനി 60 കൂടുതലുള്ളത് കമന്റ് ചെയ്തേ. 60 കൂടുതലുള്ള ആൾക്കാര്, 60 കൂടുതലുള്ള ആൾക്കാര് ഇപ്പം ദീപ്തി അരുൺ 64.33, അൻലക്ഷ്മി 64.66, മനു കെ 64.66, ശ്രീന 64, ഗാന 61.33, ഷെയ്ൻഷ 62, സുവർണ 62.66, രമ്യ 62, ലിസി 62.33. ഓക്കെ, 55+ എന്ന് കമന്റ് ചെയ്തേ. സ്നേഹ MS 59, ബിൻസി 58, പാർവതി 57, അരുൺ 59, അശ്വതി 57. ഓക്കെ, 50+. ശ്രുതി 52, സാന്ദ്ര 52, കീർത്തി 51, സോന 54, രശ്മിക്ക് മാർക്ക് 54, ശ്വേത 50, ജയശ്രീ 54, ആർദ്ര 51, അനീഷ 53.33, ശ്രുതി 53. ഓക്കെ, 50 മാർക്കൊക്കെ നിങ്ങൾ വാങ്ങണം കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ കേട്ടോ. 50 മാർക്കെങ്കിലും ഒക്കെ വാങ്ങണം. ഇനിയിപ്പോ 20 മാത്സും കൂടെ ഉണ്ട്. 20 മാത്സ്. ഇന്നലത്തെ മാത്സ് ക്ലാസ് സൂപ്പറായിരുന്നു. സുബിൻ സാറിനോട് സുബിൻ സാറായ ഇന്നലെ ഏത് 9:30ക്കുള്ള ക്ലാസ് ആണോ അതോ 6-7 മണിക്ക് ക്ലാസ് ആണോ? ഏതാണ് രാവിലെ? അത് അതുൽ സാറാണ്. ഓക്കെ, അതുൽ എന്നാണ് പേര്.
മാനേജർ, നമ്മുടെ ഈ കൊച്ചു സ്ഥാപനത്തിന്റെ വലിയ മാനേജറാണ് അദ്ദേഹം. ഓക്കെ, അതുല്ല, നിങ്ങൾ അതിലൊക്കെ നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം കേട്ടോ. അതിനൊക്കെ ഈ മാത്സിലൊക്കെ കുറെ ട്രിക്കുകളൊക്കെ അറിയാം കേട്ടാ. അതിനൊക്കെ കുറെ മാത്സിൽ കുറെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നുവെച്ചാൽ ഒട്ടുമിക്ക എല്ലാത്തിന്റെയും കുറെ എളുപ്പവഴികൾ അറിയാം. ഓക്കെ, സുബിൻ സൂപ്പറാണ്. സുബിനെ അറിയോ? സുബിന് ഓക്കെ, ശരി. അപ്പോഴേ ബാക്കി കാര്യങ്ങള് ഓക്കെ ഓക്കെ ശരി. അപ്പൊ ബാക്കി കാര്യങ്ങള് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, നിങ്ങള് പറഞ്ഞതനുസരിച്ച് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ മറക്കണ്ട, നന്നായി പഠിക്കുക കേട്ടാ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിവത്തേക്ക് എടുത്ത് വെച്ചൊക്കെ വായിച്ചൊക്കെ പഠിക്കുക. പ്രീവിയസ് ആണെങ്കിൽ ഉറപ്പായിട്ട് എഴുതി പഠിക്കണം അറിവത്തെ ക്വസ്റ്റ്യൻസ് കേട്ടാ. ഇത് കൂടുതലും പ്രീവിയസ് ആണ്. ശരി, അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ, ടാറ്റ.